കേരളത്തിലെ ഏറ്റവും വലിയ ശിവരൂപം ഇതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടിയിൽ കടൽ തീരത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. 58 അടി ഉയരമുള്ള ശ്രീ പരമേശ്വരൻ്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ക്ഷേത്രത്തിൻ്റെ പ്രധാന ആകർഷണം. കേരളത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ശിവരൂപമാണ് ഇത്. (2014) ആരംഭിച്ച നിർമ്മാണം 2020 ഡിസംബർ 30 പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുത്തു. ആറ് വർഷം കൊണ്ടാണ് ദേവദത്തൻ എന്ന കലാകാരൻ ഈ ശിവരൂപം നിർമ്മിക്കാൻ സമയമെടുത്തത്. ഗണപതി, അയ്യപ്പൻ, വിഷ്ണു തുടങ്ങി വിവിധ ഹൈന്ദവ ദേവതകളുടെയും വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിട്ടുള്ള ഗോപുരമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു തമിഴ്നാടൻ സ്റ്റൈലാണ് ഇവിടുത്തെ ക്ഷേത്രവും പണിതത്. ക്ഷേത്രത്തിന് അകത്ത് ശിവപാർവതി, ഗണപതി എന്നീ പ്രതിഷ്ഠയുമാണ് ഉള്ളത്. കുറച്ചും കൂടി താഴോട്ടിറങ്ങുമ്പോൾ ആൽമരം കാണാം. അതിൽ തൊട്ടിലുകൾ കെട്ടിയിരിക്കുന്നതും കാണാൻ പറ്റും. ഒരു തലമുറയില്ലാതെ വിഷമിച്ചിരിക്കുന്ന കുടുംബങ്ങളുടെ നേർച്ചയാണിത്. ആ കാണുന്നത് ബീച്ചാണ്. പച്ചയും നീലയും കലർന്ന ആ അറബിക്കടലിൻ്റെ സൗന്ദര്യം ക്ഷേത്രത്തിന് മറ്റൊരു ഭംഗി കൂടി വരുത്തുന്നു. പ്ലാസ്റ്റിക് ഉപയോഗിക്കാനോ കഴിച്ച ഭക്ഷണത്തിൻ്റെ മറ്റു ഭാഗങ്ങൾ ഇവിടെ വലിച്ചെറിയാനോ പാടില്ല. വൈകുന്നേരങ്ങളിലാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത്. നമ്മൾ മലയാളികളെക്കാളും കൂടുതൽ സഞ്ചാരികൾ വരുന്നത് അന്യ സംസ്ഥാനത്തു നിന്നുമാണ്. അതിൽ കൂടുതലും നോർത്ത് ഇന്ത്യൻസ് എന്ന് തന്നെ വേണേൽ പറയാം. ₹20 ടിക്കറ്റ് ചാർജ് ഇതിനകത്ത് കയറുന്നതിന്. 4:30 ശേഷം ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. കാരണം 4:30 ക്ഷേത്രനട തുറക്കുന്നതിനാൽ അതുവഴി സഞ്ചാരികൾക്ക് അകത്ത് കയറാം. ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോൾ തന്നെ നമുക്ക് ആദ്യം തന്നെ ശിവരൂപം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. 4 കൈകളാണ് ശിവരൂപത്തിനുള്ളത്. ഒരു കൈയിൽ ശൂലവും മറ്റേ കൈയിൽ ധമരു, ഒരു കൈ വലത്തെ തുടയിലും ഒരു കൈ ജടയിലുമാണ്. പഞ്ചപാണ്ഡവരുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ പ്രതിഷ്ഠയുടെ ഐതിഹ്യം നിലനിൽക്കുന്നത്. ഭീമസേനൻ മുട്ടുകൊണ്ട് ഇടിച്ച ഒരു ഗുഹ ക്ഷേത്രത്തിന് പിറകിലെ പാറക്കെട്ടിൽ ഉണ്ടെന്നാണ് പറയുന്നത്. അവിടുത്തെ തീർത്ഥം പ്രതിഷ്ഠിച്ചാണ് ക്ഷേത്രവും പണിതു എന്ന് പറയപ്പെടുന്നു.
ഇവിടെ പാറക്കെട്ടുകളിൽ ഇറങ്ങി പലരും ഫോട്ടോസും വീഡിയോയും പിടിക്കുന്നത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. പക്ഷേ ഇതൊന്നും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ അത് നോക്കണം. ഏത് വശത്തു നിന്നും ഈ രൂപം നോക്കിയാലും അതിമനോഹര കാഴ്ചയാണ്. ഒരു 3D മോഡലാണ് എനിക്കിവിടെ കാണാൻ സാധിച്ചത്. ഈ സ്വരൂപം നിർമ്മിച്ച കലാകാരനെ അഭിനന്ദിക്കാതെ വയ്യ. എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത്. അത്ഭുതം എന്നല്ലാതെ എന്ത് പറയാൻ. ശില്പിക്ക് 1000 അഭിനന്ദനങ്ങൾ എന്നേ എനിക്ക് പറയാനുള്ളൂ. ആഞ്ഞടിക്കുന്ന തിരമാലകളുള്ള ഈ അറബിക്കടലിൻ്റെ സൗന്ദര്യം ഇളം കാറ്റും സഞ്ചാരികൾക്ക് ഏറെ പ്രിയപ്പെട്ടതാണ്. പടിക്കെട്ടിന് താഴെ നടന്നിറങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടുത്തെ കടലിൻ്റെ സൗന്ദര്യം കുറച്ചും കൂടി നല്ല രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കും. നടന്ന് ക്ഷീണിച്ചവർക്ക് ഇവിടെ വന്ന് വിശ്രമിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ചായ, ജ്യൂസ്, മറ്റു ഭക്ഷണ സാധനങ്ങളെല്ലാം തന്നെ നമുക്കിവിടെ കിട്ടും. ഇവിടേക്ക് നിങ്ങൾ ബസ്സിലാണ് വരുന്നതെങ്കിൽ തമ്പാനൂരിൽ നിന്നും പൂവാർ, വിഴിഞ്ഞം, കളിയിക്കവള ബസ്സിൽ വരേണ്ടതാണ്. സ്വന്തം പ്രൈവറ്റ് വണ്ടിയിലാണ് വരുന്നതെങ്കിലും അങ്ങനെയും വരാം. തിരുവനന്തപുരം വിഴിഞ്ഞം പൂവാർ റൂട്ടിലാണ് ആഴിമല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒരു ഭാഗം കാണാൻ സാധിക്കും. കൂറ്റൻ കപ്പലുകൾ നിൽക്കുകയാണെങ്കിൽ അത് ഇവിടെ നിന്നും കാണാൻ പറ്റും എന്നതും ഒരു പ്രത്യേകതയാണ്. ക്ഷേത്രത്തിന് പിറകിലുള്ള ബീച്ച് അതിമനോഹര കാഴ്ചയാണ് നമുക്ക് തരുന്നത്. അതേസമയം തന്നെ അപകടവും നിറഞ്ഞതാണ്. ബസ്സിൻ്റെ വിവരങ്ങളാണ് ഇവിടെ ചുവടെ കൊടുത്തിരിക്കുന്നത്. ഓണം, ക്രിസ്തുമസ് സീസൺ സമയങ്ങളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം.